വിവാദ ചിത്രം കേരള സ്റ്റോറി 2 പ്രദർശനത്തിനെതിരെ പ്രതിഷേധം. എറണാകുളം ഷേണായ്സ് തിയേറ്ററിലും കണ്ണൂർ തലശ്ശേരിയിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ആ ദൃശ്യങ്ങൾ കാണാം. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തെ അവഹേളിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർക്കെതിരെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇന്നിവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന എല്ലാ തിയേറ്ററുകൾക്ക് മുമ്പിലും ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ഒരാൾക്കും ഒരു സിനിമ കാണാൻ വരുന്നവരെ ദ്രോഹിക്കുന്നതിനോ അല്ലെങ്കിൽ തിയേറ്ററെ നശിപ്പിക്കുന്നതിനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ എല്ലാ കാലത്തും അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ഇതുവരെ നേതൃത്വം കൊടുക്കുന്നുമില്ല. പക്ഷേ കേരളത്തെ തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്നതിനെതിരെയാണ് ഈ സമരം. ലിഡിയ ജേക്കബ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ലിഡിയ, ഈ എറണാകുളം ഷേണായ്സ് തിയേറ്ററിലും അതുപോലെ തന്നെ തലശ്ശേരിയിലുമൊക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട്. ഈ സിനിമ കാണാൻ എത്തുന്നവരെ അകത്തേക്ക് കടത്തിവിടാതെയുള്ള പ്രതിഷേധമാണോ ഡിവൈഎഫ്ഐ നടത്തുന്നത്? നേരത്തെ ആദ്യ പ്രദർശനം തന്നെ ആളില്ലാത്തതിനെ തുടർന്ന് റദ്ദാക്കപ്പെട്ടിരുന്നു. ഒറ്റ ബുക്കിംഗ് പോലും ലഭിച്ചിട്ടില്ല ന്യൂക്ലിയസ് മാളിലെ ഒരു തിയേറ്ററിൽ. എന്താണ് ഷേണായ്സിലെ സാഹചര്യം? ഗോപികൃഷ്ണൻ, എറണാകുളം MG റോഡിലുള്ള ഷേണായ്സിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. പ്രത്യേകിച്ച് ഒരു 10 മിനിറ്റായി വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സിനിമ കാണാനെത്തുന്നവരെ തടയില്ല എന്ന് ഡിവൈഎഫ്ഐ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും തങ്ങളുടെ പ്രതിഷേധം കൃത്യമായി അറിയിക്കും. പ്രത്യേകിച്ച് ഈ സിനിമ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സാമുദായിക സ്പർദ്ധ വളർത്തുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ അത് തങ്ങളുടെ പ്രതിഷേധം കൃത്യമായി അറിയിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. പക്ഷേ കാണാനെത്തുന്ന ആളുകളെ തങ്ങൾ ഒരിക്കലും തടയില്ല എന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഷേണായ്സ് തിയേറ്ററിൽ നിലവിൽ 7 ടിക്കറ്റുകൾ മാത്രമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. 10 ടിക്കറ്റെങ്കിലും ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ സിനിമ പ്രദർശിപ്പിക്കാനാവൂ എന്നാണ് തിയേറ്ററിലെ ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ മിക്കവാറും ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. 10 ടിക്കറ്റെങ്കിലും ബുക്ക് ചെയ്യാതെ സിനിമ പ്രദർശിപ്പിക്കാനാവില്ല എന്ന നിലപാടിലാണ് തിയേറ്ററിന്റെ ഉടമകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മിക്കവാറും സിനിമ ക്യാൻസൽ ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റോളമായി ഡിവൈഎഫ്ഐയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറോളമായി വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ തിയേറ്ററിന്റെ പല ഭാഗങ്ങളിലായി ഉണ്ടായിരുന്നു. അതിനുശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുകയും ആദ്യം തിയേറ്ററിന് പുറത്ത് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും പിന്നീട് തിയേറ്ററിനുള്ളിലേക്ക് കടക്കുകയുമായിരുന്നു. നിലവിൽ സ്ക്രീനിലേക്ക് കയറി പോകുന്ന പടിയിൽ ഇരുന്നു കൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. മുദ്രാവാക്യം വിളിച്ചും പടികളിൽ ഇരുന്നും അവർ പ്രതിഷേധിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.